ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെനൂസ് ലൈക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പരിപ്പ് കറിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണിത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പരിപ്പാണ്. ഈ പരിപ്പ് 2 പിടി പരിപ്പാണ്. ഒരു കയ്യിൽ 2 പിടി പരിപ്പാണ് ഞാൻ എടുത്തത്, കൈ കൊണ്ടെടുത്തപ്പോൾ. പിന്നെ ഒരു വെള്ളരിക്ക തോല് കളഞ്ഞ് അതിൻ്റെ പകുതി, മീഡിയം സൈസ് വെള്ളരിക്കയാണ്, അതിൻ്റെ പകുതി എടുത്തു. പിന്നെ ഒരു സവോള, അത് അത്യാവശ്യം വലുപ്പമുള്ള സവോള ആയതുകൊണ്ട് അതിൻ്റെ പകുതി മതി. ഒരുപാട് സവോളയൊന്നും നമുക്കിതിനാവശ്യമില്ല. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 അല്ലി വെളുത്തുള്ളി തോല് പൊളിച്ച് കീറിയെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും കുറച്ചെടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളിൽ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും വേണം നമുക്കിതിന്. സാമ്പാർ പൊടിയാണ് ഇതിന് ശരിക്കും നല്ല ടേസ്റ്റൊക്കെ തരുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ സാമ്പാർ പൊടി നമുക്ക് വേണം. പിന്നെ വേണ്ടത് 2 വറ്റൽമുളകാണ്. അത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാൻ നേരം ആവശ്യത്തിനാണ്. 2 വറ്റൽമുളകും 2-3 ചെറിയ ഉള്ളിയും വേണം. നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്തൊക്കെ ആവശ്യത്തിനാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആ പരിപ്പ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ, 2 അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളത്തിൽ, നമ്മുടെ ചാറ് ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. വെള്ളത്തിൽ തിളപ്പിക്കണം. പരിപ്പ് നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളരിക്ക ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളരിക്കായും ചേർത്തു. ഇനി നമ്മളത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് വേകുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാലേ ആ മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കൊരു മിക്സിയിലിട്ടൊരു അടിക്കുകയോ അങ്ങനത്തെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് സംഭവം റെഡിയാക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ പൊടികളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഇളക്കിയിട്ട് അത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിസിൽ അടിച്ചാൽ ഈ പരിപ്പും എല്ലാം വെന്ത് കിട്ടും. നമുക്ക് നന്നായിട്ട് ഇത് വെന്തുടയണം. അപ്പോൾ ഇതുണ്ട്, ഈ പരുവത്തിൽ ആവണം. ഇതൊരു വിസിലാണ് ഞാൻ അടുപ്പിച്ചത്. അത് ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം മാറും. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഒരു വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇച്ചിരി ഇതായിട്ട് കിടക്കുന്നതെല്ലാം കൂടെ നമ്മൾ ഒരു തവി ഉപയോഗിച്ച് ഉടച്ചെടുക്കണം. ഈ പരുവത്തിൽ ആവണം. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട്
എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ ചെറിയുള്ളിയെല്ലാം അരിഞ്ഞ് ചെറുതാക്കി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി, ഒരല്പം കറിവേപ്പിലയും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളി ചേർത്തു, കറിവേപ്പില ചേർത്തു. നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അവസാനമായിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആ വറ്റൽമുളക് 2-3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതും ഒന്ന് മൂത്ത് വരണം. ഒരു 1 മിനിറ്റ് ധാരാളം മതി അതെല്ലാം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ അതാ ആവശ്യത്തിന് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ കുക്കറിൽ അടിച്ചു വെച്ചിരുന്ന സാധനം ഒഴിച്ചു കൊടുക്കാം. പരിപ്പും വെള്ളരിക്കയും. പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കറിയാണിത്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇതിന്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.